നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. IPLൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ അല്ലെങ്കിൽ ലീഗ് ഘട്ടത്തിലെ, ഗ്രൂപ്പല്ല ലീഗ് ഘട്ടത്തിലെ അവസാന 2 ദിവസത്തെ മത്സരങ്ങൾ. ഇന്നൊരു കളി, നാളെ 2 കളി. 3 കളികൾ അവശേഷിക്കവേ വളരെ ഉദ്യോഗത്തോടുകൂടി ആരാധകർ ഉറ്റുനോക്കുന്നത് പ്ലേ ഓഫിലേക്ക് എത്തുന്ന 4ാമത്തെ ടീം ആരായിരിക്കും. ക്വാളിഫയറൊക്കെ തീരുമാനമായി കഴിഞ്ഞു. GTയും RCBയും തമ്മിൽ കളിക്കും. SRHൻ്റെ എതിരാളിയായിട്ട് ആര് വരും എലിമിനേറ്ററിൽ എന്നതാണ് ചോദ്യം. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ടീമുകളുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കളി വളരെ ക്രൂഷ്യലാണ്. നാളത്തെ 2 കളികളും ക്രൂഷ്യലാണ്. LSG വേഴ്സസ് PBKS പോരാട്ടം. ഇന്ന് PBKSന് ജയിച്ചേ പറ്റൂ, അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷ നിലനിർത്തണമെങ്കിൽ. നാളെ ഡബിൾ ഹെഡർ, MI വേഴ്സസ് RR പോരാട്ടം. RR ജയിച്ചാൽ പിന്നെ ബാക്കി അടുത്ത കളിക്ക് പ്രാധാന്യമില്ല. അതല്ല, RR പൊട്ടുകയാണെങ്കിൽ DC വേഴ്സസ് KKR പോരാട്ടം, 7:30 പോരാട്ടം. അതിനും വലിയ പ്രാധാന്യമുണ്ടാകും. എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, എന്തൊക്കെ സാധ്യതകൾ, പ്ലേ ഓഫ് സെനാരിയോ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. RRനും PBKSനും KKRനും മുന്നോട്ട് പോകാൻ എന്ത് വേണം? DCക്ക് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ മാത്തമാറ്റിക്കലി സാധ്യതയുണ്ട്. പ്രാഗ്മാറ്റിക്കായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഒട്ടും സാധ്യതയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്തൊക്കെയാണ് ഓരോ ടീമിൻ്റെയും സാധ്യത. ആദ്യം നമ്മൾ നോക്കുന്നത് പഞ്ചാബ് കിങ്സിൻ്റെ കാര്യമാണ്. പഞ്ചാബ് കിങ്സിന് ഇപ്പോൾ 13 കളികളിൽ നിന്ന് 13 പോയിന്റ്, നെറ്റ് റൺ റേറ്റ് 0.227. ഇന്ന് അവർ LSGക്കെതിരെ കളിക്കുന്നു. ആദ്യത്തെ മത്സരങ്ങളിൽ കുതിച്ചു പാഞ്ഞ PBKS അവസാന 6 കളികൾ തുടർച്ചയായി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിജയിക്കണം, നല്ല വിജയം വിജയിക്കണം. എന്നിട്ട് KKRൻ്റെ മുകളിൽ അവർക്ക് നെറ്റ് റൺ റേറ്റിൽ നിൽക്കുകയും വേണം. എന്നിട്ട് RR MIയോട് സൺഡേ തോറ്റാൽ PBKSന് മുന്നോട്ട് പോകാം. അതാണ് അവർക്കുള്ള ഒരേ ഒരു വഴി. അവരുടെ നെറ്റ് റൺ റേറ്റ് അത് KKRനേക്കാൾ സുപ്പീരിയറാണ്. അതവർക്ക് വലിയ അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവർ LSGയെ ഒറ്റ റണ്ണിന് മാത്രം തോൽപ്പിക്കുന്നു എന്ന് വെക്കുക. RR തോൽക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത കളി എന്ന് നമ്മൾ കരുതുക. അങ്ങനെയെങ്കിൽ KKRന് പിന്നെ PBKSനെ മറികടന്ന് നെറ്റ് റൺ റേറ്റിൽ മുന്നോട്ട് പോകണമെങ്കിൽ DC അവർ അറ്റ്ലീസ്റ്റ് 52 റൺസിന് പരാജയപ്പെടുത്തണം. എങ്ങനെയാണെങ്കിൽ PBKS ഒറ്റ റൺസിനെ ജയിക്കുന്നുള്ളൂ എങ്കിൽ, അതല്ല PBKS 10 റൺസിനാണ് ജയിക്കുന്നതെങ്കിൽ KKRന് 61 റൺസിൻ്റെ വിജയം അവിടെ വേണ്ടി വരും. ഇതൊക്കെ പ്രാവർത്തികമാകണമെങ്കിൽ ആദ്യം RR തോൽക്കണം. സോ RR ആണ് ഇതിലെ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ തങ്ങളുടെ മാത്രം കയ്യിൽ നിൽക്കുന്ന ഒരു ടീമുള്ളത്. ഇനി RRൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ 13 കളി കളിച്ച് 14 പോയിൻറ്റോടെ നിൽക്കുന്നു. 0.083 അവരുടെ നെറ്റ് റൺ റേറ്റ്. MIക്കെതിരെയാണ് അവരുടെ അടുത്ത കളി. അപ്പോൾ RRൻ്റെ ക്വാളിഫിക്കേഷൻ ചാൻസസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അവരുടെ കൈകളിൽ തന്നെയാണ്. അവർ MIയെ പരാജയപ്പെടുത്തുന്നു എന്ന് കരുതുക, 16 പോയിൻ്റ് ആകും. മറ്റാർക്കും പിന്നെ അവരെ പിടിക്കാൻ പറ്റില്ല. അവർ 4ാം സ്ഥാനവും കൊണ്ട് മുന്നോട്ട് പോകും. അതല്ല, MIയോട് അവർ തോറ്റാലോ, അപ്പോൾ മാത്രമാണ് PBKSനും KKRനും സാധ്യതയുള്ളത്. KKR പിന്നെ പരാജയപ്പെടുന്നു DCയോട് എന്ന് വെക്കുക. അങ്ങനെ വന്നാൽ KKR അവിടെ 13 പോയിന്റ് തന്നെ നിൽക്കുന്നൊരവസ്ഥയുണ്ടാകും. പക്ഷേ DCക്ക് 14 പോയിൻ്റ് ആകും. അപ്പോൾ അങ്ങനെ വന്നാൽ അതായത് PBKS അവരുടെ കളി പൊട്ടുന്നു, DC KKRനെ തോൽപ്പിക്കുന്നു. അങ്ങനെ വന്നാൽ RR തോറ്റിട്ടുണ്ടെങ്കിലും RRന് 14 പോയിന്റ്, DCക്ക് 14 പോയിന്റ്, PBKSും KKRും 13 പോയിന്റിൽ നിൽക്കും. അപ്പോൾ 14 പോയിന്റ് DC വേഴ്സസ് RR എന്ന രൂപത്തിൽ നെറ്റ് റൺ റേറ്റിൻ്റെ കളി വരും. പക്ഷേ DCയുടെ നെറ്റ് റൺ റേറ്റ് വളരെ പരിതാപകരമായതുകൊണ്ട് RRന് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RRൻ്റെ കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ. അവരവരുടെ കളി നാളെ ജയിച്ചാൽ അവർക്ക് നേരെ പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റും. മറ്റൊന്നും നോക്കണ്ട. ഇനി അതല്ലെങ്കിൽ RR നാളെ തോൽക്കുകയാണെങ്കിൽ, അങ്ങനെ സംഭവിച്ചാൽ എന്തെങ്കിലും സാധ്യത വേണമെങ്കിൽ ഇന്ന് PBKS പൊട്ടണം, നാളെ KKRും പൊട്ടണം. KKR പൊട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ DCക്ക് 14 പോയിൻ്റ് ആവും. പക്ഷെ അത് RRന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം വലിയ രൂപത്തിലുള്ള ഒരു നെറ്റ് റൺ റേറ്റിൻ്റെ അഡ്വാൻറ്റേജ് RRനുണ്ട്. ദെൻ KKRൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ KKRന് ഇപ്പോൾ 13 കളിയാണ് കളിച്ചത്, 13 പോയിൻ്റ് ഉണ്ട്, 0.011 നെറ്റ് റൺ റേറ്റ്. KKR ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് DCയെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അവരുടെ കളി കളിക്കുന്നതിന് മുമ്പ് തന്നെ RRൻ്റെ കളിയുടെ റിസൾട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൊണ്ടാണ് കളിക്കുന്നത്. ഇപ്പോൾ RR തോറ്റാൽ മാത്രമേ ഈ സാധ്യത ഓപ്പൺ ആവുന്നുള്ളൂ. RR തോറ്റു, PBKS ഇന്ന് തോൽക്കുകയും ചെയ്തു. അങ്ങനെ വന്നാൽ KKR DCയെ പരാജയപ്പെടുത്തിയിട്ട്
അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതല്ല PBKS വിജയിക്കുന്നു, ഇന്ന് ജയിക്കുന്നു, നാളെ RR തോൽക്കുന്നു, KKR വിജയിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ PBKSനും KKRനും 15 പോയിൻ്റ് ആവും. അപ്പോൾ പിന്നെ നെറ്റ് റൺ റേറ്റ് ആയിരിക്കും നോക്കുക. അപ്പോൾ KKRനെ സംബന്ധിച്ചിടത്തോളം സബ്സ്റ്റാൻഷ്യൽ മാർജിനിൽ ജയിച്ചെങ്കിൽ മാത്രമാണ് PBKSനെ നെറ്റ് റൺ റേറ്റിൽ മറികടക്കാൻ പറ്റുകയുള്ളൂ. DC കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അവർക്ക് 13 കളി 12 പോയിൻ്റാണ്. ഇപ്പോൾ RR തോറ്റു, ഇന്നത്തെ കളിയിൽ PBKSും തോറ്റു എന്ന് വന്നാൽ അടുത്ത കളിയിൽ അവർ KKRനെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ 14 പോയിന്റിലേക്ക് DC-ക്ക് എത്താൻ പറ്റും. ഇപ്പോൾ DC-യും RRും ഒരേപോലെ ആയിരിക്കും നെറ്റ് റൺ റേറ്റ്. അപ്പോൾ നെറ്റ് റൺ റേറ്റ് പരിശോധിക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ DC മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല. സോ പ്രറ്റി ക്ലിയർ ഇത്രയേ ഉള്ളൂ. RR നാളെ ജയിച്ചാൽ അവർ നേരെ കയറും. അതല്ല RR നാളെ തോൽക്കുകയാണെങ്കിലാണ് പിന്നെ മറ്റ് സംശയങ്ങളുള്ളൂ. അങ്ങനെ വന്നാൽ PBKS ഇന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ KKR നാളെ ജയിക്കുകയാണെങ്കിൽ അപ്പോൾ പിന്നെ 15-15 RR പുറത്താവും. ഇവർക്ക് രണ്ടും 15-15 ആവും. ഇവരിൽ മികച്ച നെറ്റ് റൺ റേറ്റുള്ള ടീം മുന്നോട്ട് കയറും. അതല്ല RR നാളെ തോൽക്കുന്നു, ഇന്നത്തെ കളി PBKS തോൽക്കുന്നു, നാളത്തെ കളി KKRും തോൽക്കുന്നു. അങ്ങനെ വന്നാൽ പിന്നെ DC-ക്കും RRനും ഒരേ പോയിൻ്റ് ആവും, 14 വീതം. പക്ഷേ നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ RR മുന്നോട്ട് പോകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.